മതത്തിന്റെ പേരിൽ പൗരത്വം പോലും നിഷേധിക്കുന്ന രാജ്യത്ത് നിയമനിർമ്മാണ സഭയിലും മുസ്ലിം പ്രാതിനിധ്യം കുറയുകയാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ മുസ്ലിങ്ങളുടെ പേരുകൾ പോലും നാമമാത്രമായി തുടങ്ങി. 2014-ൽ 191 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്ത് ഇത്തവണ മത്സരരംഗത്തുള്ളത് വെറും 78 പേർ. 2019-ൽ ഇത് 115 ആയിരുന്നു. ഹിന്ദുത്വ സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കാര്യവും ഇക്കാര്യത്തിൽ വിഭിന്നമല്ല. രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ കൂടുമ്പോഴും അതനുസരിച്ചുള്ള പ്രാതിനിധ്യം ഇവർക്ക് ലഭിക്കുന്നില്ല. ഇതിന് വഴിയൊരുക്കുന്നതിൽ നമ്മുടെ പാർട്ടികളും പരാജയപ്പെടുന്നു. ഓർക്കുക, രാജ്യത്തെ 46 ലോക്സഭാ മണ്ഡലങ്ങളിലെ മുസ്ലിം ജനസംഖ്യ 30% ആയിരിക്കുമ്പോഴാണ് ഇത്. മുസ്ലിം അവകാശ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഓരോ പാർട്ടികളും ഇത്തവണ എത്ര മുസ്ലിങ്ങൾക്ക് സീറ്റ് നൽകിയെന്ന് നോക്കാം. വിചിത്രമാണ് കണക്കുകളെന്ന് പറയാതെ വയ്യ. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നത് 424 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന BSP ആണ്, 35 പേർ. ഇതിലെ 17 പേരും മത്സരിക്കുന്നത് UP-യിലാണ്. SP 4 മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കോൺഗ്രസ് ആകട്ടെ 19 മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സീറ്റ് നൽകിയത്. കോൺഗ്രസിന്റെ 6 മുസ്ലിം സ്ഥാനാർത്ഥികൾ ബംഗാളിൽ നിന്നാണ്. BJP-യുടെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ്, മലപ്പുറത്ത് മത്സരിക്കുന്ന അബ്ദുൽ സലാം. ഇനി ന്യൂനപക്ഷ സംരക്ഷണത്തെക്കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന ഇടത് പാർട്ടികളുടെ സ്ഥാനാർത്ഥിത്വത്തിലെ മുസ്ലിം പ്രാതിനിധ്യം കൂടി ഒന്ന് നോക്കാം. ഇത്തവണ 82 സീറ്റുകളിൽ മത്സരിക്കുന്ന CPM-ഉം CPI-യും ചേർന്ന് 10 മുസ്ലിം സഖാക്കൾക്കാണ് സീറ്റ് നൽകിയിട്ടുള്ളത്. 2014-ൽ 17-ഉം 19-ൽ ഇത് 13-ഉമായിരുന്നു. ഇത്തവണ CPM മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുള്ളത്. 1962-ൽ 11% ജനസംഖ്യയുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് 5% മാത്രമായിരുന്നു ലോക്സഭയിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നത്. 2019-ൽ 14% ജനസംഖ്യ ഉണ്ടായപ്പോഴും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പക്ഷേ കുറയുകയാണ്, 4.6% ചുരുങ്ങി. അതേസമയം ചെറുപാർട്ടികളുടെ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുകയും ചെയ്തു. മോദി സർക്കാർ അധികാരത്തിലിരുന്ന 2014-ൽ 30-ഉം 2019-ൽ 26 മുസ്ലിം അംഗങ്ങളാണ് സഭയിൽ ഉണ്ടായിരുന്നത്. BJP-ക്ക് 2014-ൽ ഒരു മുസ്ലിം MP ഉണ്ടായിരുന്നത് 2019-ലെത്തിയപ്പോൾ 0-മായി. നിലവിലെ സഭയിലെ പ്രമുഖ പാർട്ടികളുടെ മുസ്ലിം പ്രാതിനിധ്യം കൂടി ഒന്ന് പരിശോധിക്കാം. ഇതിനു പുറമെ മുസ്ലിം പാർട്ടിയായ AIM-ന് 2 അംഗങ്ങളും കാലാവധി പൂർത്തിയാക്കുന്ന ഈ സഭയിലുണ്ട്. DMK, BRS, YSR കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ഒറ്റ മുസ്ലിം അംഗം പോലും കഴിഞ്ഞ 2 സഭയിലും ഉണ്ടായിരുന്നില്ല. ഒഡീഷ ഭരിക്കുന്ന BJD ആകട്ടെ കഴിഞ്ഞ 3 സഭകളിലും ഒറ്റ മുസ്ലിം പ്രതിനിധിയെ പോലും സഭയിൽ എത്തിച്ചിട്ടുമില്ല. ഉത്തർപ്രദേശിലാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, 22 പേർ. ബംഗാളിൽ 17, ബീഹാറിൽ 7, കേരളത്തിൽ 6, മധ്യപ്രദേശിൽ 4, അസമിൽ 3 എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിലെ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം. വിവേചനപരമെന്ന് മുസ്ലിം സമുദായം കുറ്റപ്പെടുത്തിയ പല നിയമങ്ങളും പാസാക്കിയത് നാമമാത്രമായ മുസ്ലിം പ്രാതിനിധ്യമുള്ള സഭകളാണ്. CAA, മുത്തലാഖ് നിരോധനം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. 1980-ലെ 7-ാം ലോക്സഭയിലാണ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം അംഗങ്ങൾ നിയമനിർമ്മാണത്തിൽ പങ്കാളിയായത്. ആ സഭയിലെ 49 പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ഹിന്ദുത്വ പാർട്ടി അരങ്ങ് വാഴാൻ തുടങ്ങിയ 80-കളുടെ അവസാനത്തോടെ ചിത്രം മാറി തുടങ്ങി. BJP-യുടെ വളർച്ചയോടെ മുസ്ലിം അംഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 89 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനാവും. വലിയ പാർട്ടികൾ പോലും മുസ്ലിം നേതാക്കളെ സഭയിലെത്തിക്കാൻ വലിയ ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നത്. ഭൂരിപക്ഷ സമുദായ പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കളം പിടിച്ചതോടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടമായേക്കുമോ എന്ന ഭയം പാർട്ടികളെ ഭരിച്ചു. ഫലം മുസ്ലിം സമുദായത്തിന്റെ വലിയ പിന്തുണ ലഭിച്ചിരുന്ന മതേതരത്വത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന കോൺഗ്രസ്, ഇടത്, സോഷ്യലിസ്റ്റ് പാർട്ടികൾ പോലും മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ മടിച്ചു. മുസ്ലിം സമുദായത്തിന് മത്സരിക്കാൻ അവസരം പാർട്ടികൾ നൽകുന്നില്ലെങ്കിലും ഈ തിരഞ്ഞെടുപ്പിലും മുസ്ലിങ്ങൾ തന്നെയാണ് പാർട്ടികളുടെ ഇഷ്ടപ്രചരണ വിഷയം. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ച് വിദ്വേഷത്തിന്റെ സ്വരം മോദിയും BJP-യും ആവർത്തിക്കുകയും തിരുത്തുകയും ചെയ്യുന്നു. മറുവശത്താകട്ടെ മുസ്ലിങ്ങളെ BJP വേട്ടയാടുകയാണെന്നാരോപിച്ച് പ്രതിപക്ഷവും മുസ്ലിങ്ങളെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നു. അപ്പോഴും വനിതകളെപ്പോലെ തന്നെ മുസ്ലിങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം സഭയിൽ ഉറപ്പുവരുത്തുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥത നമ്മുടെ പാർട്ടികൾ കാണിക്കുന്നുവെന്നതാണ് അടിസ്ഥാനമായ ചോദ്യം.